നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യമാണ് വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണോ ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. പ്രിയപ്പെട്ടവരെ, കേരളം ഹൃദയത്തിലേറ്റിയ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ ശശികല മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, വേനൽക്കാലത്ത് മാളത്തിൽ ഒളിച്ചിരുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകൾ പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പം അത് അറിയാതെ നിഷ്കളങ്കരായ അമ്മമാരും അതുപോലെ നിഷ്കളങ്കരായ മനുഷ്യരും പാടത്തും പറമ്പിലും തേങ്ങ എടുക്കാനും മാങ്ങ പറിക്കാനൊക്കെ പോവുകയും ആ പാമ്പിനെ ചവിട്ടി ഉഗ്രവിഷം ശരീരത്തിലേക്ക് കടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ഒരു ഉഗ്രവിഷമുള്ള എലമെൻറ്റ് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ശശികല പുറത്തുവിട്ടിരിക്കുന്നു. അവരുടെ പ്രശ്നം എന്താണ്? കേരളത്തിലെ മതസൗഹൃദമായിട്ടുള്ള ഇടങ്ങളാകെ തകർക്കുക എന്ന വലിയ പണി കുറേ കാലം കൊണ്ട് ശശികല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അവരുടെ പ്രശ്നം, വർഗീയത പറയുന്ന ആൾക്കാരൊക്കെ വർഗീയത പറയുക, അതിനുള്ള സ്പേസ് ഉണ്ടായി കൊടുക്കുക. നമുക്കറിയാം, കേരളത്തിൽ വർഗീയവാദികളൊക്കെ ഉണ്ട്. SDP-യുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, RSSൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വർഗീയവാദികളുണ്ട്. പക്ഷെ അവർ പൊതുസമൂഹത്തെ നോക്കി വർഗീയ പരാമർശങ്ങൾ നടത്താൻ പേടിക്കുന്നു. നമ്മൾ മതനിരപേക്ഷമായൊരു ചട്ടക്കൂട് കേരളത്തിൽ തീർത്തിട്ടുണ്ട്. അത് സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരാക്കി തീർത്ത ഒരു ചട്ടക്കൂടാണ്, ഷെല്ലാണ്. അത് തകർത്താൽ മാത്രമേ ഈ ശശികല പോലത്തെ മനുഷ്യർക്ക് തീവ്രമായ വർഗീയത കേരളത്തിനകത്ത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താണ് ഉണ്ടായത്? അവരൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ ചർച്ചിലെ മനുഷ്യർക്ക് നന്ദി സൂചകമായിട്ട് ഒരു പാട്ട് പാടുകയാണ്. അല്ല, എന്താണ് തെറ്റ്? പക്ഷേ ശശികലയ്ക്ക് അത് പ്രശ്നമാണ്. അത് പ്രശ്നമാണ് എന്ന് അവർ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അവർ അത് പറഞ്ഞാൽ മാത്രമേ പ്രശ്നമായിട്ടുള്ള, ഇത് പ്രശ്നമായി കാണുന്ന വർഗീയവാദികളെല്ലാം ശബ്ദമുയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയുള്ളൂ. അതാണ് അവരുടെ ആവശ്യം. തീർച്ചയായിട്ടും വേനൽക്കാലത്ത് ഇറങ്ങുന്ന ഉഗ്രവിഷമുള്ള പാമ്പിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുന്നു, അടിച്ചു കൊല്ലുന്നോ അല്ലെങ്കിൽ കുപ്പിയിലാക്കി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നുണ്ടോ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉഗ്രവിഷം പുറത്തുവിടുന്ന വർഗീയവാദികളെ കൂടി നമ്മൾ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്.